When Salihan Took on Raj, written by P. Sainath. So, this is the first lesson from Readings from the Fringes. അപ്പോൾ ആദ്യം നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. സോ പലാഗുമ്മി സായ്നാഥ്, born in 1957, is an Indian journalist and reports on rural India, writing about poverty, structural inequities, caste discrimination, and farmer protest. He was born into a Telugu-speaking family in Madras. He is the grandson of Indian politician and former President of India, V.V. Giri. He has a history degree from Jawaharlal Nehru University, Delhi, and he was awarded a Doctor of Letters honoris causa by the University of Alberta in Edmonton in 2011. The economist Amartya Sen called him one of the world's greatest experts on famine and hunger. അപ്പോൾ സായ്നാഥ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ 1957 ആൾ ജനിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ന്യൂസ് എന്ന് പറയുന്നത് റൂറൽ ഇന്ത്യയെക്കുറിച്ച്. അതായത് അപ്പം അർബൻ ഇന്ത്യ ഉണ്ട്, റൂറൽ ഇന്ത്യ ഉണ്ട്. റൂറൽ ഇന്ത്യ എന്ന് പറയുമ്പം അധികം ഡെവലപ്ഡ് ആവാത്ത ഏരിയാസിനെയാണ് നമ്മൾ റൂറൽ ഏരിയ എന്ന് പറയാം. അപ്പോൾ അവിടെയുള്ള സൊസൈറ്റി അവിടെയുള്ള ആളുകളുടെ കഷ്ടപ്പാടുകൾ, അവരുടെ പോവേർട്ടി, പിന്നെ സ്ട്രക്ചറൽ ഇനീക്വിറ്റീസ്, അതായത് അവരനുഭവിക്കുന്ന ഇനീക്വാലിറ്റീസ് അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, പിന്നെ ഫാമേഴ്സിൻ്റെ ഇഷ്യൂസ്. സോ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നതും. ആസ് എ ജേർണലിസ്റ്റ് അദ്ദേഹം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും അതുപോലെ എഴുതിയിട്ടുണ്ടായിരുന്നതും ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ഫിക്ഷണലായിട്ടല്ല എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ത്യയിലുള്ള സൊസൈറ്റിയിലെ എല്ലാ കാര്യങ്ങളും വളരെയധികം അനലൈസ് ചെയ്തിട്ട് റിയാലിറ്റിയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്ന വർക്ക്സ്, അതുപോലെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ്സ് എല്ലാം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 14 and 13. അവിടെ പേജ് നമ്പർ 13 മുതലാണ് നിങ്ങളുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഒരു ഡീപ്പായിട്ടുള്ള ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ടുണ്ട്. സോ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ലെസണിലേക്ക് കിടക്കാം കേട്ടോ. സോ അതിന് മുന്നേ എന്താണ് സാലിഹാൻ ടുക്ക് ഓൺ രാജ് എന്ന് പറയുന്നത്? സോ വെൻ സാലിഹാൻ ടുക്ക് ഓൺ രാജ് എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ സാലിഹാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. സോ വെൻ സാലിഹാൻ ടുക്ക് ഓൺ രാജ് എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വെബ്സൈറ്റിലാണ്. ആ വെബ്സൈറ്റിൻ്റെ പേരാണ് പീപ്പിൾസ് ആർക്കൈവ് ഓഫ് റൂറൽ ഇന്ത്യ. സോ ഈ ഒരു വെബ്സൈറ്റിലാണ് വെൻ സാലിഹാൻ ടുക്ക് ഓൺ രാജ് എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ആർട്ടിക്കിളാണ് കേട്ടോ, അതാദ്യം മനസ്സിലാക്കി വെക്കുക. ഇതൊരു വെൻ സാലിഹാൻ ടുക്ക് ഓൺ രാജ് എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്. അത് പീപ്പിൾസ് ആർക്കൈവ് ഓഫ് റൂറൽ ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റിലായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ P. Sainath throws light on the less known story of Demadi Dey Sabar. അപ്പോൾ ഈ സാലിഹാൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ദേമതി ഡെയ് സബാർ ആണ്. അതായത് ഒഡീഷയിലെ സബാർ കമ്മ്യൂണിറ്റിയിൽ, സബാർ ട്രൈബിൽ ജനിച്ചിട്ടുള്ള ആദിവാസി സ്ത്രീ ആയിരുന്നു. ആദിവാസി ട്രൈബാണ് ഈ ഒരു സബാർ എന്ന് പറയുന്നത് കേട്ടോ. സോ അതിൽ ജനിച്ചിട്ടുള്ള ദേമതി ഡേയുടെ സ്റ്റോറിയാണ് ഈ ഒരു പോയട്രി അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിൽ ആളെന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അപ്പോൾ എന്താണ് സാലിഹാൻ എന്ന് പറയുന്നത്? സാലിഹാൻ എന്ന് പറയുന്നത് ഒഡീഷയിലെ നുവാപഡ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ സാലിഹാൻ എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ ഒരു സബാർ ട്രൈബ് കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ജനിച്ചു. ആൻഡ് അത് മാത്രമല്ല, അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷേഴ്സിനെതിരെ, അതായത് ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ആര്, ദേമതി ഡേ സബാർ എന്ന് പറയുന്നത്. സോ അതിന് ശേഷമാണ് സാലിഹാൻ എന്ന് പറയുന്ന വില്ലേജിൻ്റെ പേരിൽ തന്നെ ഈ ഒരു ദേമതി ഡേ സബാർ പിന്നീട് അറിയപ്പെട്ടു. So, Salihan or Demadi Dey Sabar, an Adivasi of the Sabar tribe of Odisha, who along with other Adivasi women took on the armed British police who had cracked down
ഓൺ ദെയർ വില്ലേജ് സാലിഹ ഇൻ ദി ഇയർ 1930. ഓക്കെ, അപ്പം സാലിഹ എന്ന് പറയുന്ന വില്ലേജിൽ അധികം ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരെന്ത് ചെയ്തു, അവരെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ, അതായത് അവരെ ഡെസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ ഒരു ദേമതി സബാറും അതുപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന 40 ആദിവാസി സ്ത്രീകളും 1930 എന്ത് ചെയ്തു, ബ്രിട്ടീഷേഴ്സിനെതിരെ എന്ത് ചെയ്തു, റിവോൾട്ട് ചെയ്തിട്ട് അവർ ഫ്രീഡം നേടിയെടുത്തു. ഓക്കെ, ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ആർട്ടിക്കിളിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള പോയറ്റിൻ്റെ തീം എന്ന് പറയുന്നത് ഇതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മൈൻഡിൽ വരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? ഗാന്ധിജി, ഭഗത് സിംഗ്, അതുപോലെ തന്നെ നെഹ്റു, ദെൻ രവീന്ദ്രനാഥ ടാഗോർ, ദെൻ സരോജിനി നായിഡു, ഇങ്ങനെയുള്ള ഇവരൊക്കെ എന്താണ് ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാവരും തന്നെ ബ്രിട്ടീഷേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില ഇന്ത്യയുടെ ഭാഗത്ത് നമ്മൾ അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് ഇന്നുമുണ്ട്. ഓക്കെ, ഇപ്പം സാലിഹാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയും അങ്ങനെയാണ്. അതായത് അനോണിമസ് ആയിട്ട്, അതായത് അറിയപ്പെടാതെ പോയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്ട്രോങ് ഡിറ്റർമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സാലിഹാൻ അല്ലെങ്കിൽ ദേവന്തി ദേ സബാർ എന്ന് പറയുന്നത്. പക്ഷേ അവരെന്തായി, അവരൊരിക്കലും മീഡിയയുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു മീഡിയാസും അവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയോ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്കിനെ കുറിച്ച് എവിടെയും പരാമർശിക്കുകയോ ഒരു മീഡിയാസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ പി സായിനാഥ് എന്ന് പറയുന്ന ഈ ഒരു ജേർണലിസ്റ്റ് ചെയ്യുന്ന എന്താണ്, ഈ സാലിഹാൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ദേമതി ദേ സബാർ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ എന്താ പറയുക, ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ സ്ട്രോങ് റിവോൾട്ട്, അതായത് ബ്രിട്ടീഷേഴ്സിന് എതിരായിട്ടുള്ള സ്ട്രോങ് റിവോൾട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പി സായിനാഥ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് ആളുകൾ ഇന്നും ഇതുപോലെ, അതായത് പണ്ട് കാലത്ത് പാസ്റ്റിൽ നമ്മുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലം മുന്നേ നമുക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ ആരും അറിയപ്പെടാണ്ട് മരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, സോ അത്തരം ഒരു സിറ്റുവേഷൻസിനെയാണ് അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ പി സായിനാഥ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു വർക്കിൻ്റെ സമ്മറി നോക്കാം. ആദ്യം തന്നിട്ടുള്ളത് ഒരു ആർട്ടിക്കിളാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫോർ ദേമതി സബ സാലിഹാൻ എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈനിൽ ഒരു പോയം കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ആ പോയം എന്ന് പറയുന്നത് സാലിഹാന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ആർട്ടിക്കിളിൻ്റെ സമ്മറി ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, so first paragraph വന്നിട്ട്, she was working in the fields along with the other Adivasi woman when a youngster from their village Saliha came racing to them yelling, they are attacking the village, they have assaulted your father, they are torching our home. So ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, പേജ് നമ്പർ 15. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ അതൊന്ന് ജസ്റ്റ് നോക്കാം. സോ പേജ് നമ്പർ 15 ആണ്. ഫസ്റ്റ് പാരഗ്രാഫ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സാലിഹാനെയാണ്. സാലിഹാൻ എന്താണ്, മറ്റുള്ള ആദിവാസി സ്ത്രീകളുടെ കൂടെ പാടത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എന്താണ്, അവരുള്ള യങ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് സാലിഹ എന്ന് പറയുന്ന വില്ലേജാണ് കേട്ടോ. ആ വില്ലേജിലുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഉറക്കെ ഇങ്ങനെ പറഞ്ഞു. എന്താ പറയണത്, ദേ ആർ അറ്റാക്കിങ് ദ വില്ലേജ്, നമ്മുടെ വില്ലേജിനെ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആരാണ് അവരെന്ന് ഉദ്ദേശിക്കുന്നത്, ബ്രിട്ടീഷുകാരാണ് കേട്ടോ. സോ അവരെന്താണ് നമ്മുടെ വില്ലേജിനെ അല്ലെങ്കിൽ നിൻ്റെ ഫാദറിനെ അസോൾട്ട് ചെയ്തു. എന്താണ്, ആ ഫാദറിനെ, അതായത് നമ്മുടെ സാലിഹാൻ്റെ ഫാദറിനെ അസോൾട്ട് ചെയ്തു, ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ആർ ടോർച്ചിങ് അവർ ഹോംസ്. ഓക്കെ, അപ്പോൾ അവരുടെ എല്ലാ വീട്ടിലും കയറിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെയും ഒരുപാട് വില്ലേജസിൽ കയറിയിട്ട് എല്ലാവരും ആക്രമിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഗ്രെയിൻസും കാര്യങ്ങളെല്ലാം അവരുടെ സ്വത്തുക്കളെല്ലാം ലൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരെന്ത് ചെയ്തു, ഇപ്പോൾ അവർ സാലിഹാൻ എന്ന് പറയുന്ന വില്ലേജിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദേമതി ഡേ സബാർ ആൻഡ് ആദിവാസി ഓഫ് ദി സബാർ ട്രൈബ് റേസ്ഡ് ബാക്ക് ടു സാലിഹ വിത്ത് 40 other young women. My father was lying on the ground bleeding, says the aging freedom fighter. He had a bullet in ഹിസ് ലെഗ്. അപ്പോൾ
നമ്മുടെ സായിനാഥ് എന്ത് ചെയ്യാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സാലിഹാനോട് അല്ലെങ്കിൽ ദേവതി ദേസബാറിനോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ സ്ത്രീക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്? 90 വയസ്സുണ്ട്. ഓക്കെ, പക്ഷേ 16ാമത്തെ വയസ്സിലാണ് ആളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ബ്രിട്ടീഷേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിത്ത് 40 ആദിവാസി വുമൺ. ഓക്കെ, അപ്പോൾ അവരുടെ ട്രൈബിൽ തന്നെ ഉണ്ടായിരുന്ന 40 ആദിവാസി സ്ത്രീകളുടെ കൂടെ എന്ത് ചെയ്തു, അവരെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ദേവതി ദേസബാർ അല്ലെങ്കിൽ സാലിഹാൻ എന്ന് പറയുന്നത്. ആൻഡ് സാലിഹാൻ പറയാണ്, എൻ്റെ അച്ഛൻ ഗ്രൗണ്ടിൽ രക്തത്തിൽ കുളിച്ച് കിടക്കായിരുന്നു. കാരണം എന്താ, ബ്രിട്ടീഷ് ഓഫീസേഴ്സ് അവരെ ഷൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് സാലിഹാൻ്റെ അച്ഛനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലിൽ ബുള്ളറ്റ് വൂണ്ട് ഉണ്ടായിരുന്നു, അതായത് ബുള്ളറ്റ് കൊണ്ട് മുറിവേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത്, ഈ ഒരു ഫാദറിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഓഫീസർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ഓഫീസറിനെ സാലിഹാൻ എന്ത് ചെയ്തു, തിരിച്ചും അറ്റാക്ക് ചെയ്തു. ഓക്കെ, പിന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് സോൾജിയേഴ്സിനെ എല്ലാവരും എന്ത് ചെയ്തു, ഇവരുടെ കയ്യിൽ ലാത്തി ഉണ്ട്. ലാത്തി എന്ന് പറയുമ്പോൾ സ്റ്റിക്സ് ഉണ്ട്. അതായത് പാടത്ത് പണിയെടുക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും വൈൽഡ് ആനിമൽസ് ഒക്കെ വന്ന് ഉപദ്രവിക്കുകയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെ ഈ സ്ത്രീകളുടെ കയ്യിലെല്ലാം തന്നെ സ്റ്റിക്സ് ഉണ്ടായിരുന്നു. സോ ഈ ലാത്തീസ് അല്ലെങ്കിൽ ഈ സ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് പിന്നീട് എന്ത് ചെയ്ത് അവരെല്ലാ ബ്രിട്ടീഷുകാരെയും എന്തായത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 1930 ഈ ഒരു റിവോൾട്ട് നടക്കുന്നത്, ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. ആ സമയത്ത് ദേവതി ദേസബാറിന് എത്ര വയസ്സായിരുന്നു? വെറും 16 വയസ്സായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കൊരു 90 എബോവ് ഏജ് ഉണ്ട്. ആൻഡ് ആൾക്ക് വയസ്സായി, സ്കിൻസ് എല്ലാം റിങ്കിൾഡ് ആയി. പക്ഷെ എന്താണ്, ആ ഒരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു കറേജിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് എപ്പോഴും ആ സ്ത്രീയുടെ കണ്ണിൽ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് എന്നായിരുന്നു ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പി സായിനാഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് അതിന് അറ്റാച്ച് ചെയ്തിട്ടൊരു പോയം തന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. ഫോർ ദേവതി ദേസബാർ സാലിഹാൻ. ഓക്കെ, സോ they won't tell your story, Salihan, and I can't see you making page 3. That's for the painted whatnot, the liposuctioned lord, the rest for the captains of industry. Prime time's not for you, Salihan. It is, and this isn't funny, for those who murder and maim, who burn and who blame, and speak sanely then harmony. The Brits touched your village, Salihan. So many men carrying guns. They came by the train, bringing the terror and pain. So, ഇനി നമുക്ക് ഇതുവരെയുള്ളത് നോക്കാം. ഇതുവരെ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നതാണ്, ദേ വോണ്ട് ടെൽ യുവർ സ്റ്റോറി സാലിഹാൻ എന്ന് പറയുന്നുണ്ട്. ദേ വോണ്ട് ടെൽ യുവർ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, അവരൊരിക്കലും നിൻ്റെ സ്റ്റോറി മെൻഷൻ ചെയ്യില്ല, എവിടെയും മെൻഷൻ ചെയ്യില്ല. അപ്പോൾ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള മീഡിയാസിനെയാണ്, മെയിൻ സ്ട്രീം മീഡിയാസിനെയാണ് കേട്ടോ. ആൻഡ് ഐ കാൺട്ട് സീ യു മേക്കിംഗ് പേജ് 3. അപ്പോൾ പേജ് 3 എന്ന് റെഫർ ചെയ്യുന്നത് എന്താണ്, പേജ് 3 എന്ന് പറയുന്നത് ദ നെയിം ഗിവൻ ടു എ സെക്ഷൻ ഓഫ് ന്യൂസ് പേപ്പർ വേർ ഹൈ ക്ലാസ് ഇന്ത്യൻ ന്യൂസ് എസ്പെഷ്യലി ഓൺ ആക്ടേഴ്സ്, സെലിബ്രിറ്റീസ് ആൻഡ് അതർ ഫേമസ് പേഴ്സണാലിറ്റീസ് ഇൻ പബ്ലിഷ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ പേജസിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മലയാളം ന്യൂസ് പേപ്പർ നോക്കുകയാണെങ്കിൽ നാട്ടുവർത്തമാനം, ബിസിനസ്, അതുപോലെ വാണിജ്യം, ചരമം, വിദ്യാഭ്യാസം, സ്പോർട്സ്, അങ്ങനെ പല ഓരോ പേജസിനും ഓരോ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, പേജ് 3 എന്ന് പറയുന്നത് യൂഷ്വലി ഇന്ത്യൻ ന്യൂസ് പേപ്പറിൽ യൂസ് ചെയ്യുന്ന എന്തിനാണ്, സെലിബ്രിറ്റീസിനെ കുറിച്ചും അതുപോലെ സൊസൈറ്റിയിൽ ഡൊമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ലെക്ചൂറസ് ആയിട്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന പേജാണ് എന്തെന്ന് പറയുന്നത്, പേജ് 3 എന്ന് പറയണത്. ഓക്കെ, പക്ഷേ അതിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ദേവതി ദേസബാറിനെ കാണാൻ കഴിയില്ല. ഓക്കെ, ദാറ്റ്സ് ഫോർ ദ പ്രിൻറ്റഡ് വാട്ട് നോട്ട് ഓർ ലിപ്പോസക്ഷൻ ലോഡ്, ദ റെസ്റ്റ് ഫോർ ക്യാപ്റ്റൻസ് ഓഫ് ഇൻഡസ്ട്രി, പ്രൈം ടൈംസ് ഈസ് നോട്ട് ഫോർ യു സാലിഹാൻ. അപ്പോൾ പറയുന്നുണ്ട് ഇതെന്താണ്, ഇതൊക്കെ ഈ പത്രവാർത്തയും പേജുകളൊക്കെ എന്താണ്, മറ്റ് ഒരുപാട് കാര്യങ്ങൾക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആര്, മീഡിയാസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ദ ലിപ്പോസക്ഷൻഡ് ലോഡ്, അപ്പോൾ എന്താണ്, അവർ സൊസൈറ്റി, ലിപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ സർജറിയാണ്, അതായത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സർജറിയാണ് ഇത്. ഓക്കെ, ഇതൊരു മെഡിക്കൽ ടേമാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അതിനെല്ലാം കട്ട് ചെയ്തിട്ട് ആളുകളെ ഇമോഷണലി പിടിച്ചിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ന്യൂസും മീഡിയാസൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ സാലിഹാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ദേമതി ഡേ സബാർ എന്ന് പറയുന്ന വ്യക്തിയും അവരുടെ സ്ട്രോങ് ഡിറ്റർമിനേഷനും അല്ലെങ്കിൽ അവരുടെ പ്രയത്നമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഫ്രീഡം മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, ഗാന്ധിജീനെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. സോ അവർക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് ദേമതി സബാറിനും ശരിക്കും കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ മീഡിയാസ് ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, അവരെ അവരെ വേണ്ടത്ര രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ദേ ആർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി. മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് വളർന്നവരാണ്. ഓക്കെ, വളരെ റൂറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗ്രാമീണമായിട്ടുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, ആരും അത്ര നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവരെ ഡിസ്കസ്റ്റോട് കൂടിയിട്ട് മീഡിയാസും സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, മാർജിനലൈസ് ചെയ്തിട്ടുണ്ട്, അതായത് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ദെൻ പ്രൈം ടൈം ഈസ് നോട്ട് ഫോർ യു സാലിഹാൻ. അപ്പോൾ പ്രൈം ടൈം എന്ന് പറയുന്നതാണ് രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെയാണ് എന്ത് വരുന്നത്, പ്രൈം ടൈം വരുന്നത്. അപ്പോൾ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ടി വിയുടെ മുന്നിലിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഓഡിയൻസ് അറ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മീഡിയാസ് എന്താ ചെയ്യുക, അവർക്ക് അതായത് ഓഡിയൻസിനെ ഇമോഷണലി അല്ലെങ്കിൽ അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ന്യൂസുകൾ, അതായത് സിനിമാ നടന്മാരോ അല്ലെങ്കിൽ സിനിമയോ പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രൈം ടൈമിൽ ഒരിക്കലും ഇത്തരം ആളുകളെക്കുറിച്ച് ഉള്ള അവെയർനെസ് ആര് കൊടുക്കില്ല, നമ്മുടെ മീഡിയാസ് സൊസൈറ്റിക്ക് കൊടുക്കില്ല. ഓക്കെ, പിന്നെ ദ ബ്രിഡ്സ് ടോൾസ് യുവർ വില്ലേജ് സാലിഹാൻ, സോ മെനി മെൻ ക്യാരിയിങ് ഗൺസ് ദേ കെയിം ബൈ ദ ട്രെയിൻ ബ്രിങ്ങിങ് ടെറർ ആൻഡ് പെയിൻ. അപ്പോൾ എന്താണ്, ബ്രിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷേഴ്സിനെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, നമ്മുടെ വില്ലേജിനെ അതായത് നിൻ്റെ വില്ലേജിനെ അവർ എന്ത് ചെയ്തു, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗണ്ണായിട്ട് വന്നു. ഓക്കെ, ഒരുപാട് ആളുകൾ ഗണ്ണായിട്ട് വന്നു. പിന്നെ എന്താണ്, അവർ വന്നത് എങ്ങനെയാണ്, ട്രെയിൻ വഴി വന്നു. പക്ഷേ കൊടുത്തത് എന്താ, അവർക്ക് കൊടുത്തത് പെയിനാണ്. അതായത് അവർ ഗണ്ണുമായിട്ട് മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നു, എന്നിട്ട് അവർക്ക് കൊടുത്തത്, അതായത് വില്ലേജിലുള്ള ആളുകൾക്കെല്ലാം അവർ ഗിഫ്റ്റ് ചെയ്തത് എന്തായിരുന്നു, പെയിൻ ആൻഡ് സോറോ ആയിരുന്നു. ദെൻ ടിൽ സാനിറ്റി ഇറ്റ് സെൽഫ് വാസ് അൺഡൺ ദേ ബേൺഡ് all there was Salihan. After looting the cash and grain broods of Raj, they led the violent charge. But you faced them with total disdain. You strode down the street towards him. അപ്പോൾ എന്താണ്, അവർ ലൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക കേട്ടോ. അപ്പോൾ എന്താ, അവരെല്ലാം കത്തി നശിപ്പിച്ചു. ആൻഡ് അത് മാത്രമല്ല, ക്യാഷും അവിടെയുള്ള ധാന്യങ്ങളും എല്ലാം അവർ കൊള്ളയടിക്കുകയും ചെയ്തു. മാത്രമല്ല അവിടെയുള്ള ആളുകളെ അവർ കൊല്ലുകയും ചെയ്തു, എല്ലാം നശിപ്പിക്കുകയും ചെയ്തു. എന്താണ് ബ്രൂട്ട്സ് ഓഫ് രാജ് എന്ന് പറഞ്ഞാൽ, രാജ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് രാജാണ് കേട്ടോ, ബ്രിട്ടീഷ് എംപയേഴ്സിനെയാണ് അവിടെ പറയുന്നത്. ബ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രൂട്ടൽ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു, അവരുടെ ബ്രൂട്ടലായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു. ആൻഡ് വയലൻ്റ് ആയിട്ടുള്ള ചാർജ്, അതായത് വളരെ വയലൻ്റ് ആയിട്ട് തന്നെ അവരെന്ത് ചെയ്തു, എല്ലാ ആളുകളെയും ഉപദ്രവിച്ചു. ബട്ട് യു ഫേസ് ദം എ ടോട്ടൽ ഡിസ്ഡെയിൻ. ഓക്കെ, അപ്പോൾ അവർ പക്ഷേ ആ യു എന്ന് പറയുന്നത് സാലിഹാനാണ്. സാലിഹാൻ എന്ത് ചെയ്തു, വളരെ ഡിറ്റർമിനേഷനോട് വളരെ കറേജിയസ് ആയിട്ട് തന്നെ അവർക്കെതിരെ ഫേസ് ചെയ്തു, അവർക്കെതിരെ പോരാടി. യു സ്ട്രോഡ് ഡൗൺ സ്ട്രീറ്റ് ടുവേർഡ്സ് ഹിം, യു ഫേസ് that man with the gun. In Saliha, they still tell the story of the battle you fought and you won. The kin lay bleeding around you, your father a bullet in his leg. Still you stood tall, drove those Brits to the wall. For you went there to fight, not to beg. അപ്പോൾ എന്താ പറയുന്നത്, നീ അവരെല്ലാവരും സ്ട്രോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വാക്ക്, അതായത് വാക്ക് വിത്ത് ലോങ് സ്റ്റെപ്പ്, അതായത് വളരെ വേഗത്തിൽ അവർക്കെതിരെ പോരാടി. ഓക്കെ, ആൻഡ് യു ഫേസ് ദാറ്റ് മാൻ വിത്ത് ദ ഗൺ. ഇൻ സാലിഹ ദേ സ്റ്റിൽ ടെൽ ദ സ്റ്റോറി. അപ്പോൾ എന്താണ്, ആ മാൻ വിത്ത് ദ ഗൺ എന്ന് പറയുന്നത് എന്താണ്, സാലിഹാൻ്റെ ഫാദറിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഓഫീസറിനെയാണ് ദ മാൻ വിത്ത് ഗൺ എന്ന് പറയണത് കേട്ടോ. സോ അവരെന്ത് ചെയ്തു, അവർക്കെതിരെയും അവൾ ശക്തമായിട്ട് പോരാടി. അവരെന്ത് പറയുന്നുണ്ട്, അവർ സ്റ്റിൽ ദേ വിൽ ടെൽ യുവർ സ്റ്റോറി. ആൻഡ് നീ ഇപ്പോഴും അവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് എന്താണ്, ഇപ്പോഴും ബ്രിട്ടീഷുകാർ ചിലപ്പം എന്തെന്ന് ഓർക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവാം. കാരണം എന്താണ്, അച്ഛനെ വെടിവെച്ചിട്ട് ബ്രിട്ടീഷേഴ്സിനെ അവരെന്ത് ചെയ്തു, വെറും ലാത്തി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്ത്രീകളെല്ലാവരും കൂടി, ഈ ഒരു സാലിഹാനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ബ്രിട്ടീഷേഴ്സിനെ അവരെന്ത് ചെയ്തു, ബ്രിഡ്സ് ടു ദി വേൾഡ് ഫോർ യു വെൻറ്റ് ദ ഫൈറ്റ് നോട്ട് ടു ബെഗ്. പക്ഷെ എന്താണ്, അവരെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷേഴ്സിൻ്റെ അടുത്ത് ഇവർ പോയത് എന്തിനാ,
ബെഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ജീവൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ബെഗ് ചെയ്ത് കരയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ എന്താണ് അവർ ധൈര്യത്തോട് കൂടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മുന്നോട്ട് നടന്നത്. യു സ്ട്രക്ക് ദാറ്റ് ഓഫീസർ സാലിഹാൻ ആൻഡ് thrashed him before he could move. When he finally did, he limped and he did. അപ്പോൾ എന്താണ് യു സ്ട്രക്ക്, അതായത് സ്ട്രക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുത്തുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സ്ട്രക്ക് ദ ഓഫീസർ, ഷാർപ്പായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കൊണ്ട് നമ്മൾ കുത്തി മുറിവേൽപ്പിക്കില്ല, അതിനാണ് നമ്മൾ സ്ട്രക്ക് എന്ന് പറയുക. അപ്പോൾ ആ ഓഫീസറിനെ അവൾ തിരിച്ച് അറ്റാക്ക് ചെയ്തു. ആൻഡ് thrashed him before he could move. അവന് അനങ്ങാൻ പറ്റുന്നതിന് മുന്നേ തന്നെ, അവന് രക്ഷപ്പെടാൻ പറ്റുന്നതിന് മുന്നേ തന്നെ അവൾ എന്ത് ചെയ്തു, അവനെ ഹെവി ആയിട്ട് ഡിഫീറ്റ് ചെയ്തു. ദെൻ ഫൈനലി ഷീ ഡിഡ് ആൻഡ് limped and he hit. അതായത് പിന്നെ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ആയി മാറി. അതായത് സാലിഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയും ശക്തമായിട്ട് വളരെ ഹെവിലി ആ ഓഫീസേഴ്സിനെ ഹിറ്റ് ചെയ്തു. സീക്കിംഗ് റെഫ്യൂജ് ഫ്രം 16-year-old you, 40 girls against the Raj Salihan, and strong and beautiful too. Now you are shrunk and you are grey. അപ്പോൾ എന്താണ് 16-ാമത്തെ വയസ്സിൽ ആണ് ഈ ഒരു റെഫ്യൂജി അല്ലെങ്കിൽ ഈ ഒരു റിവോൾട്ട് നടത്തുന്നത്. സോ 16-ാമത്തെ വയസ്സിൽ സാലിഹാൻ ഒറ്റക്കായിരുന്നില്ല, സാലിഹാൻ്റെ കൂടെ 40 സ്ട്രോങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിമൺ ഉണ്ടായിരുന്നു. ആൻഡ് നൗ യു ആർ ഷ്രങ്ക്, അതായത് നൗ ഷ്രങ്ക് എന്ന് പറഞ്ഞാൽ ആകെ ചുക്കിച്ചുളിഞ്ഞ എന്നുള്ള മീനിങ് ആണ്. അപ്പം സ്കിന്നെല്ലാം വളരെ ചുക്കിച്ചുളിഞ്ഞ് മുടിയെല്ലാം നരച്ചു, ഗ്രേ ആയി. യുവർ ബോഡി വിതേഴ്സ് എവേ ബട്ട് ദർ ഇസ് എ സ്പാർക്ക് ദോസ് ഐസ് ദാറ്റ് സ്റ്റിൽ യു ദോസ് ഹു ടോഡ് ദ രാജ് സാലിഹാൻ. അപ്പം എന്താണ്, ഇപ്പോൾ ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് മങ്ങിപ്പോയെങ്കിലും എന്താണ് പണ്ടത്തെ ആ ഒരു തീക്ഷ്ണത അല്ലെങ്കിൽ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ്റെ ഒരു തീക്ഷ്ണത എന്ന് പറയുന്നത്, സ്പിരിറ്റ് എന്ന് പറയണത് അല്ലെങ്കിൽ അതിൻ്റെ സ്പാർക്ക് എന്ന് പറയണത് ഇപ്പോഴും ഈ 90-ാമത്തെ വയസ്സിലും സാലിഹയുടെ കണ്ണിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. പി സായി എന്നാണ് പറയുന്നത്. They rule your poor village today and build temples of stone, but they will never atone. You for bartering our freedoms away, you die as you lived, സാലിഹാൻ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരെ ടോഡായിട്ട്, അതായത് പ്രൈസ് ചെയ്ത് നടന്നിരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ നിൻ്റെ വില്ലേജിനെ കീഴടക്കിയിട്ട് അവർ ഭരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ അവർ ബിൽഡിങ്ങുകളും ടെമ്പിൾസ് എല്ലാം തന്നെ പണിതിട്ടുണ്ടാവാം. പക്ഷെ എന്താണ്, ദേ വിൽ നെവർ അറ്റോൺ. ഓക്കെ, അപ്പോൾ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, കൺഫസ് ചെയ്യില്ല, അവർ ചെയ്തത് തെറ്റാണ് എന്ന് ഒരിക്കലും അവരാരും കൺഫസ് ചെയ്യുന്നില്ല. ഫോർ ബാറ്ററിങ് അവർ ഫ്രീഡം എവേ യു ഡൈ ആസ് യു ലിവ്ഡ്, സാലിഹാൻ. അപ്പോൾ എന്താണ്, നമ്മളെന്താണ് ഫ്രീഡത്തിനെ ബാർട്ടറിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് പകരം മറ്റൊന്ന് കിട്ടുന്നതിനാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഫ്രീഡത്തിന് പകരം അവരെന്ത് ചെയ്തു, ഒരുപാട് ആളുകൾ അവരുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു. ഓക്കെ, then hungry with little to eat, in history's shade your memory it fades like Raipur jail's roster sheet. സോ അന്നത്തെ കാലത്ത് ഈ ബ്രിട്ടീഷേഴ്സിൻ്റെ ഇതിനുള്ള റിവോൾട്ട് കാരണം അവൾ എന്ത് ചെയ്തു, സാലിഹാൻ 2 വർഷക്കാലം റായ്പൂർ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വളരെ പട്ടിണിയും ദാരിദ്ര്യമെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ആൾ, ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ആ ഒരു ഫ്രീഡം ഫൈറ്റിൽ പിടിച്ചു നിന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആൾ എന്ത് ചെയ്തു, ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആൻഡ് ഹിസ്റ്ററിയുടെ മുന്നിൽ എന്താണ്, ഹിസ്റ്ററിയിലൊന്നും അവരെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഈവൻ നമ്മളും ഒരുപാട് ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഫ്രീഡം മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, had I but your heart, Salihan, what success would I then not see, though the battle itself was not for yourself. അപ്പോൾ എന്താണ്, ഞാൻ ഒരു സാലിഹാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്തിട്ടുള്ളത്, അവർക്ക് വേണ്ടി മാത്രമല്ല റിവോൾട്ട് ഫൈറ്റ് ചെയ്തത്. അതായത് സാലിഹാൻ എന്ന് പറയുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ അച്ഛന് വേണ്ടി മാത്രമല്ല ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷേ ദ ഹോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ബ്രിട്ടീഷേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഹാർട്ട് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് പ്യുവർ ഹാർട്ട് ആൻഡ് വാട്ട് സിൻസിയറിറ്റി ആൻഡ് ലവ് ടുവേർഡ്സ് ഹെർ ഓൺ കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ്, സ്വന്തം കമ്മ്യൂണിറ്റിയോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള മൈൻഡ് കൊണ്ടാണ് ആൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു റിവോൾട്ടിൽ വളരെ ശക്തമായിട്ട് അവർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ബട്ട് ദാറ്റ് അതേഴ്സ് മൈറ്റ് ഓൾസോ ബി ഫ്രീ, അവർ ചിൽഡ്രൻ ഷുഡ് നോ യു, സാലിഹാൻ. ബട്ട് വാട്ട് ഈസ് യുവർ ക്ലെയിം ടു ഫെയിം, നോ റാമ്പ് ഡിഡ് യു ഗ്ലൈഡ്, നോ ക്രൗൺ വിത്ത് പ്രൈഡ്. ഓക്കെ, പക്ഷെ എന്താണ്, ഈ ഒരു ബാറ്റിൽ അവർ ജയിച്ചുവെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ബാറ്റിൽ അവർ സക്സീഡ് ആയെങ്കിലും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ
നെക്സ്റ്റ് വരുന്ന ജനറേഷനെങ്കിലും, ഇതുവരെയുള്ള ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയുന്നില്ല, മീഡിയാസ് ആരും റിപ്പോർട്ട് ചെയ്തില്ല, നിങ്ങളിപ്പോൾ പോവർട്ടിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ വരുന്ന ജനറേഷനെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയണം. ഇനി ജനിക്കാൻ പോകുന്ന ജനറേഷനിലെ മക്കളെങ്കിലും നിങ്ങളെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിരിക്കണം. പക്ഷേ ഫെയിം ആവുക എന്നുള്ളതിൻ്റെ ഒരു ആഡംബരമോ അല്ലെങ്കിൽ ഒരു പ്രൈഡും ഇല്ലാതെ തന്നെ ആളെന്ത് ചെയ്യാണ്, ആളൊരിക്കലും ഒരു പരസ്യത്തിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതായത് ഇവിടെ പറയുന്നുണ്ട്, പേജ് നമ്പർ 20 ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നുണ്ട്, നോർലൈൻ പെപ്സി ആൻഡ് കോക്ക് യുവർ നെയിം ഡു സ്പീക്ക് ടു മീ സാലിഹാൻ. പറയുന്നുണ്ട് എന്താണ്, പരസ്യത്തിലൊക്കെ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ എന്താ, സെലിബ്രിറ്റീസിനെ മാത്രമേ അവർ യൂസ് ചെയ്യുള്ളൂ അല്ലേ, മീഡിയാസ് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആഡംബരവും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് സാലിഹാനെ നമുക്ക് ട്രിബ്യൂട്ട് കൊടുക്കണം. അതായത് സാലിഹാനെ നമ്മൾ മെമ്മറൈസ് ചെയ്യണം. ആൻഡ് ഫോർ എൻഡ്ലെസ് ആൻഡ് അവേഴ്സ് അസ് യു പ്ലീസ് this hack when we part wants to write of your heart, not romance India's captains of slaves. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഈ ഒരു അവസാന നിമിഷത്തിൽ എന്ത് ചെയ്യണം, അവസാന നിമിഷത്തിൽ ഓതർ പറയാണ്, I'm going to write about your heart. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രോങ് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഹാർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കറേജസിനെ കുറിച്ച് ആൾ എഴുതാൻ പോവാണ്. വിത്തൗട്ട് എന്താണ്, നോട്ട് റൊമാൻസ് ഇന്ത്യാസ് ക്യാപ്റ്റൻസ് ഓഫ് സ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ വൾഗറായിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ സ്ലീസ് എന്ന് പറയാം. എസ്പെഷ്യലി പൊളിറ്റിക്സിലുള്ള വ്യക്തികളില്ലേ, വളരെ മോശമായിട്ട് നിൽക്കുന്ന ഐ മീൻ കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, സോ അവരെയാണ് നമ്മൾ സ്ലീസ് എന്ന് പറയാം. സോ അവരുടെ ഒന്നും ഒരു പരാമർശം ഇല്ലാണ്ട് അല്ലെങ്കിൽ അവരെക്കുറിച്ചൊന്നും തന്നെ മെൻഷൻ ചെയ്യാണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സാലിഹാൻ്റെ ഈ ഒരു ഹാർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്യുവർ ഡിറ്റർമിനേഷനെ കുറിച്ച്, ഒരിക്കലും ഹിസ്റ്ററി രേഖപ്പെടുത്താത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് ജനറേഷനോട് പറയാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് ആര് ഈ ഒരു പോയട്രി നിർത്തുന്നത്, പി സായിനാഥ് ഈ ഒരു പോയട്രി കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങളൊന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ BA ഇംഗ്ലീഷിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം. നമ്മൾ മെറ്റീരിയൽസൊക്കെ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.